പടം നല്ല കാന്താര നല്ല സിനിമയാണ്. ഇവിടെ ദൈവമുണ്ട്. ഇവിടെ പറയുന്ന രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും പറയുന്ന പോലെയല്ല, ദൈവമുണ്ട്, സത്യമാണ്. അത് എല്ലാ മതസ്ഥർക്കും അവരവരുടെ ദൈവങ്ങളെ വിശ്വാസമുണ്ട്. ഇതൊരു ശിവഭക്തി സിനിമ തന്നെയാണ്. അതിന് ഹിന്ദു ദൈവങ്ങളുടെ ഒരു കഥയാണ്. ഇതിന് ഒരു മിത്താണ് ഈ സിനിമ. നമ്മൾ വിശ്വാസങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. നാടൻ കലാരൂപങ്ങൾ, നാടൻ പാട്ടുകൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം ഒരു സിനിമയിലൂടെ അവതരിപ്പിച്ചു. നമുക്ക് നേരിൽ പോലും ദൈവത്തെ കാണാൻ പറ്റില്ല. നമ്മളൊരു സിനിമയായിട്ട് നമ്മളൊരു മീഡിയയിലൂടെ കാണുന്നു, നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയം വരികേണ്ട. ആദ്യത്തെ കാന്താരയെക്കാട്ടി ബെസ്റ്റാണ്. ആദ്യത്തെ കാന്താരയെക്കാട്ടി ബെസ്റ്റായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് OTT-യിലും ഫോണിലും കാണാതിരിക്കുക ദയവേത്. സിനിമ തിയേറ്ററിൽ കാണും. നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു വിഷ്വൽ ട്രീറ്റ് കാണുന്നേ പറഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇൻ്റർവെൽ കഴിഞ്ഞ് പടം വേറെ ലെവലാവുകയാണ്. ഇൻ്റർവെൽ വരെ കഥയിലേക്ക് പോകാനുള്ള ഒരു വലിച്ചിലുണ്ടായിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞ് പടം കൈ നിന്നില്ല. അതുപോലെയാണ്. അടിപൊളി. ജയറാമൊക്കെ കിഴുക്കിയിട്ടുണ്ട്. കിടിലം പടം. OTT കാണരുത്, മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച് തന്നെയാണ് കേട്ടോ. ഓക്കെ. ആദ്യത്തെ കാന്താര ഒരു 100 ഇരട്ടി മുടക്കിയിട്ടുണ്ട് പൈസ. ആദ്യത്തെ കാന്താര ഒരു ചെറിയൊരു പടമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഒരു 100 ഇരട്ടി ഇതിനകത്ത് മുടക്കിയേക്കുന്നത്. അത് ലോകം എന്നൊക്കെ പറഞ്ഞാൽ 30 കോടിയല്ലേ. ഇതായത് എനിക്കൊന്നും അതൊന്നും അല്ല. ബഡ്ജറ്റ് ഒന്നും നോക്കിയിട്ടില്ല. വിഷ്വൽ ട്രീറ്റ്മെന്റ് ബഡ്ജറ്റ് നോക്കിയിട്ടില്ല. അതുപോലെ മുടക്കിയിട്ടുണ്ട്. വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. എൻ്റെ ദൈവമേ, എന്നാ പടം. ഓക്കെ, കുറേ പറയുന്നത് ഗൂസ് ബംസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ഇന്ത്യൻ സിനിമ. മേക്കിംഗ് വൈസ്, VFX വൈസ്, ഋഷഭ് ആക്ടിങ്. എനിക്ക് കന്നഡയ്ക്ക് മുമ്പ് ഓസ്കാറില്ല, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല കന്നഡ ആക്ടേഴ്സിന്. പക്ഷേ ഈ ഒരു പെർഫോമൻസിന് ഹീ ഈസ് ട്രൂലി ഡിസേർവിങ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഐ ഹാവ് സീൻ. ത്രൂ ഔട്ട് ദ മൂവി അടിപൊളിയാണ്, സൂപ്പർബാണ്. ഈ സത്യം പറഞ്ഞ വാക്കുകൾ ഞാൻ ജയറാമേട്ടൻ കൊടുത്ത റോള്, ഇങ്ങനെയാണ് റോൾ എടുക്കാൻ പുറത്ത് പോയാൽ. ലൈക്ക് പുറത്തെ സിനിമയിൽ ലൈക്ക് നമ്മുടെ ആക്ടേഴ്സിന് ജയറാമേട്ടൻ കിട്ടുന്ന റോളാണ്. എല്ലാ ടീമും നടന്നത്. ആൻഡ് VFX അടിപൊളിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ഇന്ത്യൻ സിനിമ. ഋഷഭ് ഷെട്ടിക്ക് ചാൻസ് ഓഫ് സത്യമല്ല കാന്താര മണ്ണനേക്കാൾ വേറെ വിഷയമാണിത്. ഇത് വേറെ ലെവൽ സാധനം. ഇത് ഞെട്ടിച്ചൊന്നു കിളി പോയിരിക്കണായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു. ഗംഭീര സാധനമായിട്ടാ. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊരു പിടിയില്ല. ഗംഭീര സാധനം. പൊന്നെ, ഒരു മജീഷ്യൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാന്താര കണ്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു സംഭവം ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചില്ല കേട്ടോ. എന്ത് മേക്കിംഗ് ആണ് എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അത്രയും നല്ല, നമ്മൾ ദൈവത്തിനെ നേരെ തിയേറ്ററിൽ കാണുന്ന മാതിരി അത്രയും ഒരു പെർഫോമൻസ് ആണ്. രാജ്വീർ ഷെട്ടി ഒന്നും പറയല്ല. ഋഷഭ് ഷെട്ടിയുടെ സൂപ്പർ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ഭക്തി സിനിമയാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ആ ഡയറക്ഷനും അതിൽ നായകനായിട്ട് ഋഷഭ് ഷെട്ടി വന്ന ആ ഒരു സംഭവമാണ്. ഒരു രക്ഷയില്ല. പെർഫോമൻസ് കൊണ്ട് ഭയങ്കര